ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമിയുടെ അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നായിരുന്നു. വാസുദേവൻ നമ്പൂതിരി എന്നായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ അച്ഛൻ്റെ പേര്. ചട്ടമ്പി സ്വാമിയുടെ അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള എന്നാണ്. നങ്ങമ്മ പിള്ള എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ അമ്മയുടെ പേര്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ എന്ന സ്ഥലത്ത് കണ്ണമ്മൂലയിലാണ്. കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമീൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ വീട് ഉള്ളൂർക്കോട് വീട് എന്നറിയപ്പെടുന്നു. ഉള്ളൂർക്കോട്ട് വീട് എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ വീട് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ചട്ടമ്പി സ്വാമി എന്ന പേര് വരാനുണ്ടായ കാരണം രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് അത് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് തൈക്കാട് അയ്യാ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് തൈക്കാട് അയ്യാ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. അപ്പോൾ എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത്. വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും സംസ്കൃതത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് സുബ്ബജടാപാടികൾ. അപ്പോൾ വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും സംസ്കൃതത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് സുബ്ബജടാപാടികൾ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് ക്രിസ്തുമത നിരൂപണം അഥവാ ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. ക്രിസ്തുമത നിരൂപണം അഥവാ ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. ചട്ടമ്പി സ്വാമിയെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ബോധേശ്വരനാണ്. അപ്പോൾ ബോധേശ്വരനാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. അപ്പോൾ 2014 ഏപ്രിൽ 30-നാണ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂലയാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമീൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ പന്മനയിലാണ്.
ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892. അപ്പം 10 വർഷത്തെ ഡിഫറൻസ്. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തിയത് 1882. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882, വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. കാവിയും കമണ്ഡവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ കാവിയും കമണ്ഡവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചാരം, പ്രാചീന മലയാളം. അപ്പോൾ പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചാരം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം, വേദാന്തസാരം. ഇപ്പം മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം, വേദാന്തസാരം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരാഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച ഈ പുസ്തകമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം രചിക്കാനുണ്ടായ സാഹചര്യം, പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അപ്പോൾ ചട്ടമ്പി സ്വാമിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. 1924 മെയ് 5-നാണ് ചട്ടമ്പി സ്വാമി സമാധിയായത്. താങ്ക് യു.